നമസ്കാരം. പ്രധാന വാർത്തകൾ. രണ്ടായിരത്തി 2025 കേരള പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. വിദ്യാഭ്യാസ മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്ത് ഡോക്ടർ എം.ആർ. രാഘവ വാര്യർക്കാണ് കേരള ജ്യോതി പുരസ്കാരം. കാർഷിക മേഖലയിലെ സംഭാവനകൾക്ക് പി.ബി. അനീഷിനും കലാരംഗത്തെ സംഭാവനകൾക്ക് രാജശ്രീ വാര്യർക്കും കേരള പ്രഭ പുരസ്കാരം നൽകും. മാധ്യമ പ്രവർത്തന രംഗത്തെ സംഭാവനയ്ക്ക് ശശികുമാറും വിദ്യാഭ്യാസ രംഗത്തെ സംഭാവനയ്ക്ക് TKM ട്രസ്റ്റ് ചെയർമാൻ ഷഹൽ ഹസൻ മുസ്ലിയാർ, സ്റ്റാർട്ടപ്പ് രംഗത്ത് നിന്ന് MK വിമൽ ഗോവിന്ദ്, വിവിധ മേഖലകളിലെ പ്രവർത്തനങ്ങളിൽ ലിജുമോൾ മാരിയറ്റ് തോമസ്, കായിക രംഗത്തെ സംഭാവനയ്ക്കായി അഭിലാഷ് ടോമി എന്നിവർക്കും കേരളശ്രീ പുരസ്കാരം ലഭിച്ചു. ഇൻസ്റ്റഗ്രാം പോസ്റ്റിനെ ചൊല്ലി തർക്കം. +1 വിദ്യാർത്ഥിയെ സീനിയർ വിദ്യാർത്ഥികൾ ക്രൂരമായി മർദ്ദിച്ചു. ഗുരുതരമായി പരിക്കേറ്റ വിദ്യാർത്ഥിയെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കും. സമൂഹ മാധ്യമങ്ങളിലെ പോസ്റ്റുമായി ബന്ധപ്പെട്ടാണ് ആക്രമണം. വടകര തിരുവള്ളൂർ ശാന്തിനികേതൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിയാണ് ക്രൂരപീഡനത്തിന് വിധേയമായത്. ഉച്ചയ്ക്ക് ശേഷം സ്കൂളിലേക്ക് തിരിച്ചു വരുമ്പോഴാണ് സ്കൂളിന് പുറത്തുവെച്ച് സീനിയർ വിദ്യാർത്ഥികൾ മർദ്ദിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ ആറങ്ങോട്ട് മീത്തൽ മുഹമ്മദിനെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മുഹമ്മദിന്റെ മൂക്കിന് പൊട്ടലുണ്ട്. കണ്ണിന് താഴെയും കറുത്ത പാട് രൂപപ്പെട്ടു. മുഹമ്മദിനെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കാൻ ഡോക്ടർമാർ നിർദ്ദേശിച്ചു. സ്കൂൾ കഴിഞ്ഞ കൂട്ടുകാരനൊപ്പം കടലിൽ കുളിക്കാനിറങ്ങി. 6ാം ക്ലാസ്സുകാരനെ തിരയിൽപ്പെട്ട് കാണാതായി. അടിമലത്തുറ പൊഴിക്കടുത്തുള്ള കടലിൽ കുളിക്കുന്നതിനിടെ വിദ്യാർത്ഥിയെ തിരയിൽപ്പെട്ട് കാണാതായി. കൂട്ടുകാരനുമൊത്ത് കടലിൽ കുളിക്കാനിറങ്ങിയ ജോബിൻ പത്രോസിനെയാണ് കാണാതായത്. 12 വയസ്സായിരുന്നു. അമ്പലത്തുമൂല സെന്റ് ആന്റണീസ് കുരിശടിക്ക് സമീപം മത്സ്യത്തൊഴിലാളിയായ പത്രോസിന്റെയും ഡൈനയുടെയും മകനാണ് ജോബിൽ. അടിമലത്തുറ ലൂയിസ് മെമ്മോറിയൽ UP സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ജോബിൽ. വെള്ളിയാഴ്ച വൈകിട്ട് 4ഓടെയാണ് അപകടമെന്ന് വിഴിഞ്ഞം കോസ്റ്റൽ SHO വ്യക്തമാക്കി. മാവേലിക്കരയിൽ പ്രവാസി പിടിയിലായത് കഞ്ചാവ് ചെടിയും കഞ്ചാവുമായി. ഗൾഫിൽ നിന്ന് അവധിക്കെത്തി കഞ്ചാവ് ചെടിയും കഞ്ചാവുമായി യുവാവ് പിടിയിൽ. ആലപ്പുഴ ആറാട്ടുവഴി ഫാത്തിമ ഗാർഡനിൽ സിയാദ് ഷിഹാബുദ്ദീനെയാണ് ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡും ആലപ്പുഴ നോർത്ത് പോലീസും ചേർന്ന് പിടികൂടിയത്. ഇയാൾ ഗൾഫിൽ നിന്ന് വന്നതിന് ശേഷം കഞ്ചാവ് ഉപയോഗവും വിൽപ്പനയും നടക്കുന്നുവെന്ന് ജില്ലാ പോലീസ് മേധാവിക്ക് കിട്ടിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇയാളുടെ വീട്ടിലും പരിസരത്തും നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത്. നവംബർ 1 മുതൽ ജീവൻ രക്ഷാ സമരം പ്രഖ്യാപിച്ച ഡോക്ടർമാരുടെ സംഘടന. താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടറെ തലയ്ക്ക് വെട്ടി ഗുരുതരമായി പരിക്കേൽപ്പിച്ച സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിലെ സർക്കാർ ആശുപത്രികളിലെ അരക്ഷിതാവസ്ഥയും സുരക്ഷാ വീഴ്ചയും പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് KGMOA നവംബർ 1 മുതൽ ജീവൻ രക്ഷാ സമരം ആരംഭിക്കുന്നു. ഇതിന്റെ ആദ്യഘട്ടം എന്ന നിലയിൽ നാളെ മുതൽ സംസ്ഥാന വ്യാപകമായി രോഗി പരിചരണം ഒഴികെയുള്ള മറ്റ് ഡ്യൂട്ടികളിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് നിസ്സഹകരണ സമരം ആരംഭിക്കുമെന്ന് KGMOA അറിയിച്ചു.